ഇത് കണ്ടോ, ഇത് ഇളകുന്ന പോലെ തോന്നും, പക്ഷെ അത് ഇളകുന്നതല്ല. ഈ വണ്ടി ടാറ്റ സിയറയ്ക്കകത്ത് ക്വാർക്കി ആയിട്ടുള്ള കൗതുകങ്ങളുണ്ട്, കുറച്ച് കൗതുകങ്ങളുണ്ട്. അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. തുടങ്ങുന്നത് ഇവിടുന്നാണ്. പിന്നെ ഈ ലൈറ്റ് കേട്ടോ, ഇതെന്താ പറയുക, ലൈറ്റ് തുറന്നു പോകുന്ന ഒരു പ്രതലത്തിലാണ് ടെയിൽ ലാമ്പെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ലൈറ്റ് വേണമെന്നുള്ളത് റെഗുലേഷനാണ്. ഈ പാർഷ്യൽ സെൽഫ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്ത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് സ്ലൈഡ് ഇറ്റ് ഇൻ. സ്പെയർ വീൽ താഴെയാണ്. ടൂൾ ബോക്സ് വെച്ച് കണ്ടോ, ഇതിനകത്താണ് ടൂൾ ബോക്സ്. ടാറ്റ സിയറയുടെ ബൂട്ട് ക്ലാം ഷെല്ലാന്ന് പറഞ്ഞു. ഈ ബോണറ്റിന്റെ ഡിസൈനും ക്ലാം ഷെല്ലാ പറഞ്ഞു. എന്താണ് ക്ലാം ഷെല്ല്? ക്ലാം ഷെൽ എന്നാൽ നമ്മുടെ കക്കത്തോട്. മുന്നിലെയും പിന്നിലെയും സിംഗിൾ പീസ് DRL കം ഇൻഡിക്കേറ്റർ കൗതുകമാണ്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ കാർ ഹെഡ്ലൈറ്റുകളിലൊന്ന്. താഴെ ഫോഗ് ലാമ്പുണ്ട്. അടുത്തത് ടാറ്റ കാണിച്ച ഷോർട്ട് കട്ടാണ്. സിയറയുടെ ഗ്ലാസ്സിന് പകരം ഒരു സ്റ്റിക്കർ അങ്ങ് അടിച്ചു ഇവിടെ ബ്ലാക്കിൽ. അപ്പോൾ വണ്ടി അന്യനായി. ഈ സ്റ്റിക്കർ മാറ്റി റെഡാക്കിയാൽ വണ്ടി മൊത്തത്തിൽ മാറും. അന്യനും അമ്പിയുമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ 3 ഡോറിൻ്റെ ആ ഒരു സംഗതി ഒന്ന് മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വലിയ ബി പില്ലറും. പിന്നെ താണ്ടേ ഇവിടെ ഒരു കുതിര. ഇത് കണ്ടോ, ഇത് ഇളകുന്ന പോലെ തോന്നും, പക്ഷെ അത് ഇളകുന്നതല്ല. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഫീഡ്ബാക്കാണ്. ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കാർ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ വലിയ ഡെഡ് പെഡലും. പിന്നെ ഒബ്വിയസ്ലി പാർക്ക് ബ്രേക്ക് ഇല്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി എടുക്കാനും പറ്റില്ല. വണ്ടി എടുത്തിട്ട് സീറ്റ് ബെൽറ്റ് വരെ കുഴപ്പമില്ല കേട്ടോ.